ജിസേലിൻ്റെ പുറത്താകലിൽ പകച്ചു നിൽക്കുകയാണ് ബിഗ് ബോസ് ടീം അംഗങ്ങൾ. കാര്യം ബിഗ് ബോസിൻ്റെ ക്രൂ ആയാലും അതിൻ്റെ അകത്തുള്ള ആളുകളായാലും ഒട്ടും വിചാരിക്കാത്ത ഒരു വല്ലാത്തൊരു എവിക്ഷനായി പോയതെന്നാണ് പറയുന്നത്. സീസൺ 5 വിഷ്ണു ഔട്ടായതുപോലെ ഒരു പെട്ടെന്നുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷനായി പോയി. കാര്യം ആരും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആ വീട്ടിലുള്ള പലർക്കും ഇത് താങ്ങാൻ കഴിയുന്നില്ല. ആരിനൊക്കെ ഭയങ്കരമായിട്ട് കരയുകയാണ്. ആരും ജിസേൽ ഔട്ടായെന്ന വാർത്ത അറിഞ്ഞ് ഏങ്ങലടിച്ച് കൊച്ചു കുട്ടികളെ പോലെ നല്ല രീതിയിൽ കരയുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നുണ്ട്. ആരും മാത്രമല്ല, നമ്മുടെ അക്ബർ ആയാലും അതുപോലെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആളുകളെല്ലാം നല്ല രീതിയിൽ സങ്കടപ്പെട്ട് കരയുകയാണ്. അനുമോൾ ഉൾപ്പെടെ ജിസേലുമായിട്ട് നല്ല രീതിയിൽ ശത്രുത ഉണ്ടായിരുന്ന ആളാണ് അനുമോൾ ഉൾപ്പെടെ ഈ ജിസേൽ പുറത്തായത് വിശ്വസിക്കാൻ പറ്റാതെ ഭയങ്കരമായി കരയുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും ജിസേൽ നല്ലൊരു വ്യക്തിത്വമുള്ള നല്ലൊരു മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരി ഇത്ര പെട്ടെന്ന് ഔട്ടാവും നമ്മളാരും വിചാരിച്ചതല്ല. എന്തായാലും ബിഗ് ബോസിൻ്റെ കാര്യം നമുക്ക് ആർക്കും ഒന്നും നേരത്തെ പ്രവചിക്കാൻ പറ്റില്ലല്ലോ. വോട്ടിൻ്റെ ബേസിലാണ് പുറത്താക്കിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു എവിക്ഷനായിപ്പോയി, ഒരു അൺഫെയർ എവിക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ജിസേലിനെക്കാളും ഡിസേർവിങ് അല്ലാത്ത ഒരുപാട് പേര് അവിടെ ഉണ്ട് ഇപ്പോഴും. പക്ഷേ ജിസേൽ എങ്ങനെ പുറത്തായെന്നതിനെ പറ്റി ഒരു ധാരണയുമില്ല. എന്തായാലും വല്ലാത്തൊരു ചതിയായിപ്പോയി എന്ന് വേണം പറയാൻ. എന്തായാലും ബിഗ് ബോസിലെ വീട്ടിലുള്ള ആൾക്കാർക്ക് അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അനീഷ് ഷാനവാസൊക്കെ ഷോക്കിംഗ് ആണ്. ഈ ന്യൂസ് കേട്ട പറഞ്ഞാൽ അവർ ചിലപ്പോൾ ബിഗ് ബോസ് പറ്റിക്കുകയാണ്, ചിലപ്പോൾ സീക്രട്ട് റൂമിലേക്ക് മാറ്റാനാണെന്നൊക്കെ പറഞ്ഞ് തമാശയ്ക്ക് പറയുന്നത്, തമാശയ്ക്കല്ല, അവർ വിഷമം കൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതല്ല ഫാക്റ്റ്. ജിസേൽ ആ വീട്ടിൽ നിന്ന് പുറത്തായി കഴിഞ്ഞു. ജിസേൽ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞു. ജിസേലിൻ്റെ വീഡിയോ, ജിസേൽ ഇത്ര ദിവസം ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വീഡിയോ അവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ജിസേൽ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഔട്ടായെന്നുള്ളത് സത്യസന്ധമായ വാർത്ത തന്നെയാണ്. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.